വെൽക്കം ടു AV ടൈൽസ് ആൻഡ് സാനിറ്ററി തട്ടാമല കൊല്ലം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ലൈവ് എഡ്യൂക്കേഷൻ വീഡിയോ ആണ്. അതായത് ടൈൽസിൻ്റെ പുറത്ത് വേറൊരു ടൈൽസ് അല്ലെ എക്സിസ്റ്റിംഗ് ഫ്ലോറിൻ്റെ പുറത്ത് വേറൊരു ടൈൽ അല്ലെങ്കിൽ വേറൊരു പ്രൊഡക്റ്റ് ഒട്ടിക്കുമ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ടൂൾസ് എന്തൊക്കെയാണ്, ആ ടൂൾസ് ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ കറക്റ്റ് രീതിയാണ് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ടെക്നീഷ്യൻ സജി ഉണ്ട്. സജി, വെൽക്കം ടു ദ ഷോ വൺസ് അഗെയിൻ. അപ്പോൾ സജിയും നമ്മൾ ഒരുമിച്ച് നമ്മൾ ഇന്നിവിടെ വർക്ക് ചെയ്യുക. നമുക്ക് ഓരോ കാര്യം ഫ്രം ദി ബേസിക്സ് നമ്മൾ വർക്കൗട്ട് ചെയ്യാം. എങ്ങനെയാണ് ടൈൽ ഓൺ ടൈൽ ആപ്ലിക്കേഷൻ, മാർബിളിൻ്റെ പുറത്ത് ടൈൽ ഒട്ടിക്കണം, അല്ല മൊസൈക്കിൻ്റെ പുറത്ത് ടൈൽ ഒട്ടിക്കണം, അല്ല ഗ്രാനൈറ്റിൻ്റെ പുറത്ത് ടൈൽ ഒട്ടിക്കണം, അല്ല പണ്ട് കിടന്ന ടൈലിൻ്റെ പുറത്ത് വീണ്ടും ഒരു പുതിയ ടൈൽ ഒട്ടിക്കണമെങ്കിൽ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യവും അതിൻ്റെ പ്രോസസ്സ് ജസ്റ്റ് ഫോർ ദി ഇൻഫർമേഷൻ സേക്ക്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യം നമുക്ക് തുടങ്ങാൻ നമ്മുടെ കോമ്പണൻറ്റ്സ് അല്ലെ എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഉപയോഗിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. സോ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ബേസ് എന്ന് പറയുന്നത് കജാരിയുടെ ഡബിൾ ചാർജ് 80x80 സൈസിലെ ഒരു ഡബിൾ ചാർജ് സ്റ്റൈലാണ്. ഇപ്പോൾ 80 സെൻറ്റിമീറ്റർ ബൈ 80 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ബേസിക് പ്ലാറ്റ്ഫോമാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ 80x80 ടൈൽ സൂപ്പർ പോളിഷ്ഡ്, അതായത് നല്ല ഹൈ ഗ്ലോസ് പോളിഷ് ചെയ്ത് വന്ന് കജാരിയുടെ ഏറ്റവും എക്സ്പെൻസീവ് റേഞ്ച് ഓഫ് ടൈൽസ്, അതായത് എൻ്റെ നമ്പർ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ 8213 K8213 എന്ന് പറയുന്നത് ഈ റെഡ് കളർ ടൈലിൻ്റെ പുറത്താണ് നമ്മൾ ഇന്ന് ഒട്ടിക്കാൻ പോകുന്നത് വേറൊരു ടൈൽ. ഈ പറഞ്ഞ ടൈലും കജാരിയുടെ K6000 എന്ന് പറയുന്ന കജാരിയുടെ ഒരു ബേസിക് ഐവറി വിട്രിഫൈഡ് ടൈലാണ്, ഫുൾ ബോഡിയാണ്. സോ ഇതിൻ്റെ പീസസ് നമ്മൾ ഒരു ടൈലിന് എത്ര ഇഞ്ച്, 4 ഇഞ്ചിൻ്റെ പീസ് 4 ഇഞ്ച് സ്ക്വയർ ആക്കി കട്ട് ചെയ്ത് അതിൻ്റെ എഡ്ജസ് ബഫ് ചെയ്ത് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് ടൈൽസ് ആക്കി ഇവിടെ നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് കുറേ പീസസ്. അപ്പോൾ ഒരു പീസ് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിന് 24 പീസാക്കി കട്ട് ചെയ്ത് ആ പീസസാണ് നമ്മുടെ. അപ്പോൾ ഈ പീസസാണ് നമ്മൾ ഇതിൻ്റെ പുറത്ത് ഒട്ടിക്കാൻ പോകുന്നത്. സോ അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ആണ് സ്പേസർസ്. സോ സ്പേസർ ഇവിടെ ഉപയോഗിക്കുന്നത് 3mm സ്പേസറാണ് ഇന്നിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. സ്പേസർ കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇതൊരു 3 ഇഞ്ച് പുട്ടി ബ്ലേഡാണ്. അപ്പോൾ ഇത് പുട്ടി ബ്ലേഡാണ്. പുട്ടി ബ്ലേഡിൻ്റെ യൂസ് ടൈൽ വർക്കിനകത്ത് എവിടെ വരുന്നത് പുട്ടി ബ്ലേഡിൻ്റെ ആവശ്യം അത് നമ്മൾ ഇതിനകത്ത് കാണും. നെക്സ്റ്റ് ഒരു ഫുൾ ബോഡി ട്രവലാണ്, ഫുൾ ബോഡി ഹെവി ഡ്യൂട്ടി ട്രവലാണ്. ഹെവി ഡ്യൂട്ടി ട്രവൽ എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു ഹാൻഡിലുണ്ട്, വിച്ച് ഇസ് പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർ ഇൻഫ്യൂസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെറ്റൽ പ്ലാസ്റ്റിക് ആൻഡ് ഫൈബറിൻ്റെ ഫ്യൂസ്ഡ് ഹാൻഡിലാണ്, വിച്ച് ഇസ് വെരി സ്ട്രോങ്. 2 സൈഡ് ടീത്ത് ഉണ്ട്, 2 സൈഡ് പ്ലെയിൻ മെറ്റലുണ്ട്. എന്തുകൊണ്ടാണ് ട്രവലിനകത്ത് 2 സൈഡ് ടീത്ത് കിട്ടുന്നത്, 2 സൈഡ് പ്ലെയിൻ ആയിരിക്കുന്നത്, അത് നമുക്ക് ഇന്നറിയാം. ഇവിടെ ഇന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പശ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈൽ അദസീവ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാം. വെബർ നോവ എന്ന് പറയുന്ന C2TE പശയാണ്. അതായത് ടൈൽ ഓൺ ടൈൽ വിത്ത് എക്സ്റ്റെൻഡഡ് സെറ്റിംഗ് ടൈം. എക്സ്റ്റെൻഡഡ് സെറ്റിംഗ് ടൈം നമ്മൾ എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ 2 കാരണം കൊണ്ടാണ്. ഒന്ന്, നല്ല മിനുസമുള്ള സർഫേസിൻ്റെ പുറത്താണ് നമ്മൾ വീണ്ടും വിട്രിഫൈഡ് തന്നെ വീണ്ടും ഉപയോഗിക്കുന്നത്. ഇത് 2 സർഫേസും ഒട്ടും വെള്ളം കുടിക്കത്തില്ല. ദെയർ വാട്ടർ അബ്സോർപ്ഷൻ ഈസ് ബിലോ 0.05%. അപ്പം ഒട്ടും വെള്ളം കുടിക്കാത്ത ഈ 2 സർഫേസ് തമ്മിൽ ജോയിൻ ചെയ്തിരിക്കണമെങ്കിൽ നമ്മൾ C2TE പശ ഉപയോഗിക്കണം. സോ വെബർ നോവ, അതിവിടെ പാക്കേജിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം, അതാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. സോ മെറ്റീരിയൽസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈൽ അദസീവ് ശരിക്കും വെള്ളത്തിൽ എങ്ങനെ കലക്കേണ്ടത് അതിനെക്കുറിച്ച് ആണ് നമ്മളിപ്പം അറിയേണ്ടിയിരിക്കേണ്ടത്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ടൈൽ അദസീവ് വെള്ളത്തിനകത്ത് കലക്കുന്നതിന് പ്രത്യേക ഒരു അനുപാതം ഇല്ല. നമ്മൾ അതിനകത്ത് ഒരു കൺസിസ്റ്റൻസിയാണ് അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. സോ നമ്മളിപ്പം ഇട്ടേക്കുന്ന ഏകദേശം ഒരു 1/2 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് അതിനകത്ത് നമ്മൾ ഇതേപോലെ ഒരു 1/2 കിലോ പശയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതിനെ ഇപ്പം നമ്മൾ ഒരു സ്ക്രൈപ്പർ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവിടെ യൂസ് ചെയ്യേണ്ടത് മെഷീനാണ്. പക്ഷേ മെഷീൻ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ ക്വാണ്ടിറ്റി വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് ഈ മെഷീൻ ഇതിനകത്തിട്ട് റൺ ചെയ്യാൻ പറ്റത്തില്ല. ഇത് മിക്സ് ചെയ്യുന്നത് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. കാരണം ഇതിനകത്ത് ഡ്രൈ ലംപ്സ് ശേഷിക്കാൻ പാടില്ല. പേസ്റ്റ് ടൈൽ അദസീവിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളത്തിൻ്റെ ഒരു കോട്ടിങ് വരണം. സോ അതിനെ ഒരു തൈരിൻ്റെ കൺസിസ്റ്റൻസി, നമ്മൾ ഒരു ലസ്സിയുടെ അല്ലെങ്കിൽ ഒരു തൈരിൻ്റെ കൺസിസ്റ്റൻസി വരുന്നിടം വരെ നമ്മൾ ഇനി അത് മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ താഴെ ഡ്രോപ്പ് ചെയ്യുമ്പം നമുക്കറിയാം അത് ആ കൺസിസ്റ്റൻസി എന്തുവാണുള്ളത്. സോ ഐ തിങ്ക് ഇവിടെ വെള്ളം കുറച്ച് കൂടുതലുണ്ട്. ഇത് കുറച്ചുകൂടെ കുറുകും അല്ലേ, കുറച്ചുകൂടെ കുറുകും, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ടൈൽ അദസീവ് ഇതിനകത്ത് ആഡ് ചെയ്യും. സോ എക്സ്റ്റെൻഡഡ് സെറ്റിംഗ് ടൈം ഉള്ള അദസീവ് യൂസ് ചെയ്തുകൊണ്ട് ഇത് പെട്ടെന്ന് സെറ്റ് ആവത്തില്ല. പക്ഷെ സെറ്റായാൽ പിന്നെ ഒരിക്കലും പിടുത്തം വിടത്തില്ല. സോ നമ്മുടെ ഒരു ഡിസൈർഡ് കൺസിസ്റ്റൻസിയിൽ ഇപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ് ടൈൽ അദസീവ്. മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാമായിരുന്നു. സോ മേക്ക് ഷുവർ നിങ്ങളുടെ സൈറ്റിൽ വർക്ക് നടക്കുമ്പോൾ ടൈൽ അദസീവ് കഴിവതും മെഷീൻ വെച്ച് തന്നെ മിക്സ് ചെയ്യണം. ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് നമ്മളിവിടെ മെഷീൻ ഉപയോഗിക്കാൻ. നമ്മുടെ ഡിസൈർഡ് കൺസിസ്റ്റൻസി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ്
അതിൻ്റെ പുറത്തോട്ട് ഇട്ട് നോക്കാം. സോ നമ്മുടെ ടൈൽ അദസീവ് ഇവിടെ മിക്സ് ആയി കഴിഞ്ഞ് നമുക്കൊരു ഡിസൈർഡ് കൺസിസ്റ്റൻസിയും കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട അടുത്ത വർക്കാണ് ഏത് സർഫേസ് ആണോ നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് ആ സർഫേസ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. സോ നമുക്ക് ആ സർഫേസ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സോ നമ്മുടെ സർഫേസ് ക്ലീനായി. ഒന്നും കൂടെ ഒരു ഫ്രഷ് ക്ലോത്ത് എടുത്ത് നമ്മൾ ഈ സർഫേസിനെ ഒന്ന് ഡസ്റ്റ് ഫ്രീ ആക്കുവാണ്. കാരണം ഡസ്റ്റും ടൈൽ അദസീവും എപ്പോഴും ഓപ്പോസിറ്റ് തിങ്സ് ആണ്. ഡസ്റ്റ് ഉള്ളിടത്ത് ടൈൽ അദസീവിൻ്റെ എഫക്റ്റീവ്നെസ് കുറയും. സോ നല്ല രീതിയിൽ ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് കാണാം നല്ല കണ്ണാടി പോലത്തെ സർഫേസ് ആണ്. വിട്രിഫൈഡ് ടൈലാണ്. ഈ വിട്രിഫൈഡ് ടൈലിൻ്റെ പുറത്തായിരിക്കും നമ്മൾ വീണ്ടും ഒരു വിട്രിഫൈഡ് ടൈൽ ഒട്ടിക്കാൻ പോകുന്നത്. സോ സജി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എടുത്ത് ഇതിനകത്തോട്ട് ഇടാമല്ലോ. നമ്മുടെ ഈ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന പോർഷൻ ആ പോർഷനിലാണ് ഇത് ആദ്യം ഫുള്ള് സ്ട്രെയിറ്റിൽ നിരത്തി കൊടുക്കുന്നത്. തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മുടെ ട്രവലിന് 2 സൈഡ്സ് ഉണ്ട്. ഒന്ന് ടൂത്ത് ഉള്ള സൈഡും ഉണ്ട്, ടൂത്ത് ഇല്ലാത്ത സൈഡും ഉണ്ട്. അപ്പോൾ ടൂത്ത് ഇല്ലാത്ത സൈഡിൻ്റെ യൂസാണ് ഇപ്പോൾ ഈ കാണുന്നത്. ആദ്യം ഇട്ട പശ എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൂത്ത് ഇല്ലാത്ത പേസ്റ്റ് യൂസ് ചെയ്യുന്നത്. വൺസ് നമ്മൾ ഡിസൈർഡ് ആയിട്ടുള്ള ഏരിയയിൽ മൊത്തം നമ്മൾ ഈ പേസ്റ്റ് ടൈൽ അദസീവ് എത്തിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ ടൂത്ത് ഉള്ള സൈഡ് വെച്ച് അതിനെ വീണ്ടും കോംബ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ലെയർ ആപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞു. നല്ല ഗ്ലാസ് പോലെ ഇരിക്കുന്ന സർഫേസിൽ നമ്മൾ വെബർനോവ വെള്ളത്തിൽ കലക്കി അതിനെ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻ്റ്ലി കൊണ്ടുവന്നിട്ട് നമ്മളിത്. പക്ഷേ ഇത് ഒരു തരത്തിലും ഇതിനകത്തോട്ട് ഒട്ടാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടും ബബിൾസ് നമുക്ക് കാണാം. ഇവിടെ എല്ലാം ബബിൾസ് കയറി നിൽപ്പുണ്ട്. അപ്പോൾ ഈ ബബിൾസിനെ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ബബിൾസിനെ ഓവർകം ചെയ്തിട്ട് നമ്മൾ ഇതിനെ എല്ലായിടത്തും ഇത് എത്തണമെങ്കിൽ നമ്മൾ അടുത്തെയാണ് ടൂത്ത് ഉള്ള സൈഡ് വെച്ച് കോംബ് ചെയ്യണം. ഇതുവരെ നമ്മൾ ടൂത്ത് ഉള്ള സൈഡ് കോംബ് ചെയ്തിട്ടില്ല. പക്ഷേ ഇനി നമ്മൾ ഇതിൻ്റെ ടൂത്ത് ഉള്ള സൈഡ് വെച്ച് നമ്മൾ ഇനി കോംബ് ചെയ്യും. നമ്മളിത് ടൂത്ത് വെച്ച് കോംബ് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ ടൈല് വീണ്ടും ഇവിടെ എക്സ്പോസ് ആയി. ഇത് കോമൺ ആണ്. ഇത് വരും, ഇത് വരണം, നമ്മൾ അറിയണം. അതായത് എവിടാണ് ടൈൽ അദസീവ് ടൈലിനോട് ചേരാത്തത് ആ ഏരിയ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂത്ത് ഉള്ള സൈഡ് വെച്ച് കോംബ് ചെയ്യുന്നത്. ഇപ്പോൾ ടൂത്ത് ഇല്ല, ഇതിപ്പോൾ നമ്മളിങ്ങനെ പുട്ടി ബ്ലേഡ് വെച്ച് ചെയ്യുന്നെങ്കിലും ഇത് ആക്ച്വൽ സർഫേസിൽ നമ്മളിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ സ്ഥലം കുറവാണ്, നമുക്ക് ഫ്രീഡത്തോടെ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ച്വലി ഇതേ കട്ടിങ് ഉള്ള സൈഡ് വെച്ച് നമ്മൾ എല്ലാ ഡയറക്ഷനിലും കോംബ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സർഫേസ് എല്ലായിടത്തും അദസീവ് പിടിച്ചോളും. അപ്പം നമുക്കതിപ്പം കാണാം. നല്ല ഡീപ്പായിട്ട് കോംബ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കോംബ് ചെയ്ത് ഇത് എല്ലായിടത്തും എത്തും. അപ്പോൾ നമുക്ക് എയർ ബബിൾസ് എവിടെയെങ്കിലും എയർ ബബിൾസ് ഉണ്ട്, ഇത് പിടിച്ചില്ലെങ്കിൽ ആ സ്ഥലങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഇനി നമ്മളിത് കൗണ്ടർ ഡയറക്ഷൻ, ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഇനി ചെയ്യണം. കാരണം ചെയ്യുമ്പോൾ വേണ്ട ഇവിടെ ടച്ച് ചെയ്തില്ലായിരുന്നു, ആ സ്ഥലം എക്സ്പോസ് ആയി. നമ്മൾ ചെയ്തു. കാരണം ഇത്രയും മിനുസമുള്ള സർഫേസിൻ്റെ പുറത്ത് സാധാരണ നമ്മൾ ഒരു പ്രാവശ്യം എന്തെങ്കിലും ഗ്രൈൻഡർ വെച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഒട്ടിക്കാറ് പതിവ്. പക്ഷേ ഇവിടെ നമ്മൾ നേരിട്ട് മിററിൻ്റെ പുറത്താണ് ലിറ്ററലി നമ്മളിപ്പോൾ ഇത് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത്. പക്ഷേ വീടിൻ്റെ കാര്യത്തിൽ ഇത് വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ടൈലിൻ്റെ പുറത്താണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ ഗ്രൈൻഡർ വെച്ച് ചെറുതായിട്ടൊന്ന് റഫായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടേ ഇത് ചെയ്യത്തുള്ളൂ. അന്നേരം അദസീവ് കുറച്ചുകൂടെ നന്നായിട്ട് പിടിക്കും. പക്ഷേ ഇവിടെ നമ്മൾ അതിൻ്റെ ഫുൾ വൾനറബിലിറ്റിയിൽ, അതായത് ഒരു ടൈലിനെ നമ്മൾ ഒന്നും ചെയ്യാതെ ഒരു ഗ്ലാസിൻ്റെ പുറത്ത് ടൈൽ ഒട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഇന്ന് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ നമ്മുടെ ഗ്ലാസ് ടൈൽ അല്ലെങ്കിൽ ഗ്ലാസ് ഫിനിഷ് ഉള്ള സർഫേസ് ഉള്ള വിട്രിഫൈഡ് ടൈലിൻ്റെ പുറത്ത് പേസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിലുള്ള അടുത്ത ടൈലാണ്. സോ അടുത്ത ടൈൽ നമ്മൾ പ്രൊപ്പോർഷന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത ഒരു പ്രോസസ്സ് ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയും ഈ ടൈലിൻ്റെ ബാക്കിൽ നമ്മൾ ഏത് പശയാണ് ഇവിടെ ഇട്ട്, അതല്ലെങ്കിൽ അതിനേക്കാളും ഒരു കുറഞ്ഞ പശ ആയാലും മതി. പക്ഷേ അത് ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ ബാക്ക് സൈഡ് പുട്ടി ബ്ലേഡ് വെച്ച് നമ്മൾ ഇതിനെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം. ഇത് എസ്പെഷ്യലി നമ്മൾ എലിവേഷൻ ടൈല്, നമ്മുടെ ബാത്റൂമിൻ്റെ വാൾ ടൈൽസ്, അതിനകത്ത് ഞാനിപ്പോൾ ഒരു തിക്ക് ലെയറാണ് ഇതിൻ്റെ പുറത്ത് ഇടുന്നത്. പക്ഷേ ഈ തിക്ക് ലെയർ ഇത് എല്ലായിടത്തും അപ്ലൈ ആയി കഴിയുമ്പം ഞാൻ അതിനെ മാറ്റി ഒരു തിൻ ലെയർ. സോ നമ്മുടെ ഇപ്പം ഒരു തിക്ക് ലെയർ ഇതിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇനി ഈ തിക്ക് ലെയറിനെ നമ്മൾ കട്ട് ചെയ്ത് ചേർത്ത് നമ്മൾ ഇതിനെ വൈപ്പ് ചെയ്യുമ്പം നമുക്ക് കാണാൻ ടൈലിൻ്റെ പുറത്തുനിന്ന് ഇത്രയും പേസ്റ്റ് തിരിച്ചും വന്ന് കുറേയൊക്കെ ടൈൽസിൻ്റെ പുറയിലുള്ള ഗ്രിപ്പ് ലൈൻസ് തെളിഞ്ഞും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രിപ്പ് ലൈൻസ് തെളിഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാന്ന് വെച്ചാൽ ആ ഗ്രിപ്പിനകത്തെല്ലാം ടൈൽ അദസീവ്. സോ ഇതാണ് ആ കൺസിസ്റ്റൻസി. ഏതൊരു ടൈലും പശയുടെ പുറത്ത് ഒട്ടിക്കുന്നതിന് മുമ്പ് ടൈലിൻ്റെ ബാക്കിലും ഇതേപോലെ പശ ഒട്ടിക്കണം. പശയും വേണം തമ്മിലൊട്ടാൻ, അല്ലാതെ ടൈലും പശയും അല്ല തമ്മിലൊട്ടേണ്ടത്. ഈ സ്ക്വയർ കാണുന്ന ഈ കോളത്തിനകത്തുള്ള ഗ്യാപ്പുകൾ ഫുള്ള്
ഫുള്ള് ഫില്ലായിരിക്കണം. ഫുള്ളായിരുന്നെങ്കിൽ മാത്രമേ ഇപ്പം നമ്മൾ ഫുള്ള് വടിച്ചെടുക്കുമ്പോൾ ആ ലൈൻസ് കാണാം, ലൈൻസ് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള സെൻട്രലുള്ള ഗ്യാപ്പിൽ ഓൾറെഡി പേസ്റ്റ് ആയിട്ടുണ്ട്. കാര്യം എയർ കയറി നമ്മൾ ടൈൽസ് പൊങ്ങുന്നു എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ ഇതാണ്. അത് നമ്മുടെ ടൈലിംഗ് ഫെയിലിയർ ആയി പോകുന്നതിന്റെ ഒരു വലിയ റീസൺ. നമ്മൾ ടൈലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ടൈലിന്റെ പുറയിൽ പശ അപ്ലൈ ചെയ്യാറില്ല, ടൈലിന്റെ പുറയിലും പശ അപ്ലൈ ചെയ്യണം. എന്നിട്ടേ നമ്മളിത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, മേളിൽ ഫാൻ കറങ്ങുന്നുണ്ട്. ഇത് സെറ്റ് ആവുമെന്ന് പേടിക്കേണ്ട, കാരണം ഇത് നമ്മൾ C2TE പശയാണ് ഉപയോഗിക്കുന്നത്. എക്സ്റ്റെൻഡഡ് സെറ്റിംഗ് ടൈം ഉള്ള പശയാണ് നമ്മുടെ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. സോ എഡ്ജസ് ക്ലീൻ ചെയ്യാൻ മറക്കരുത്. എഡ്ജസ് ക്ലീൻ ചെയ്യുക, നോർമൽ സ്ക്രേപ്പർ വെച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. നമുക്കൊരു 4 എണ്ണം പെട്ടെന്നൊന്ന് ചെയ്തിട്ട് ആ 4 എണ്ണം നമുക്ക് ഒരു ലൈനൊന്ന് ഞാൻ ആദ്യം കാണിച്ചുകൊണ്ട് സ്വല്പം സ്പീഡിൽ ഇത് ചെയ്തു പോയതാണ്. എല്ലായിടത്തും ആയെന്ന് ഒരു പ്രാവശ്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ടൈറ്റായിട്ട് സ്ക്രാപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻസ് തെളിയും. സോ ഈ ലൈൻസ് തെളിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ എത്തേണ്ട അടുത്തെല്ലാം പശ എത്തിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് അടുത്ത ഒരു പീസ് വീണ്ടും ഇതേപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും പറയുമല്ല ഇത് ഒത്തിരി ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് അഡീഷണൽ ചിലവുണ്ട്, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് വെറുതെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മുടെ പശയായി എല്ലായിടത്തും. ഇനി ഇത് ടൈറ്റായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ലൈൻസ് കാണും. സോ ദാറ്റ്സ് ഓൾ നമുക്ക് ചെയ്യേണ്ട അത്രയേ ഉള്ളൂ. നമുക്കിപ്പം ഒരു ലൈൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നോക്കാം, സൈഡ് ക്ലീൻ ചെയ്ത്. സോ നമ്മുടെ 4 ടൈൽസ് ബാക്കിൽ പശ തേച്ച് എഡ്ജ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ പൊടി, സ്ട്രോങ് ആയിട്ടുള്ള പൊടിയൊന്നും ഇല്ല, ഡസ്റ്റ് അവിടെ ഇരിക്കാം, പൊടി ഇരിക്കാൻ പാടില്ല. ഫേസർ കറക്റ്റായിട്ട് കോർണറിൽ 4 മൂലയിൽ മുട്ടിച്ചാൽ വെക്കുക. ഓക്കെ, സോ നമ്മൾ ഇന്നിവിടെ കട്ട് ചെയ്ത് വെച്ച എല്ലാ പീസും നമ്മളിവിടെ യൂസ് ചെയ്തു. അവസാനത്തെ പീസാണ് ഇപ്പോൾ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അവസാനത്തെ പീസ് നമ്മളിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞ് അടുത്ത ഇതിനകത്തുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെവൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒറിജിനൽ സർഫേസ് ആയിരുന്നെങ്കിൽ നമ്മളിത് ലെവൽ ചെയ്ത് പോയേനെ. പക്ഷേ ഇത് മിനിയേച്ചർ ടൈൽസ് ആയതുകൊണ്ട് നമുക്ക് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പശയുടെ ക്വാളിറ്റി എന്താണെന്ന് നമ്മുടെ ഈ കയ്യിൽ പറ്റിക്കഴിഞ്ഞ സാധനം പോവില്ല. അതെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് ഈ പശ കൈ പറ്റി ഇത് പോകുന്നില്ല കയ്യിൽ നിന്ന്. എത്ര ക്ലീൻ ചെയ്തിട്ടും ഇത് കയ്യിൽ നിന്ന് പോകുന്നില്ല, ഈ നഖത്തിൻ്റെ ഇടയിൽ നിന്ന് ഇത് പോകുന്നില്ല. സോ ഇതാണ് ഒരു ബ്രാൻഡഡ് പശയുടെ ക്വാളിറ്റി എന്ന് പറയുന്ന ഇതാണ്. ഇപ്പോൾ വെബർ ഇന്ത്യയിലെ ഏറ്റവും റെപ്യൂട്ടഡ് ഗ്ലാസ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റാണ്, നമുക്ക് നേരിട്ട് കാണാം. ഇത് കയ്യിൽ നിന്ന് പോകുന്നില്ല, ഇപ്പോൾ വാഷ് ചെയ്ത് കളയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ എക്സസ് വന്ന് പശ, കാരണം നമ്മൾ ഇതിനകത്തൊന്ന് മാറ്റുന്നതിൻ്റെ റീസൺ എന്തുവാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സർഫേസിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ടൈല് സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിയുമ്പം നമ്മൾ ഇതിനകത്ത് തന്നെ ഇപ്പോൾ എപ്പോക്സി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ് വീട്ടുകാർക്ക് തന്നെ സ്വയം എപ്പോക്സി ചെയ്യണമെങ്കിലും അതും ഈ ഒരു വീഡിയോ ഗൈഡ് ലൈൻ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് തന്നെ എപ്പോക്സി ചെയ്യാൻ പറ്റും. അത്രയും നല്ല രീതിയിൽ നമ്മൾ എപ്പോക്സി ഇതിനകത്ത് ചെയ്യാൻ ഉള്ള ഒരു പരിശീലന ക്ലാസ് ഇതിനകത്ത് നമ്മൾ നടത്തുന്നതായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ എഡ്ജ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ക്ലീൻ ആയി കഴിയുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒട്ടിച്ച ടൈൽ ഒരു ഫ്ലോർ പോലെ ഇരിക്കും. ഇതിന് ചുറ്റും ഒരു റെഡ് കളറിലെ ഒരു പ്ലാറ്റ്ഫോം അതിനകത്തുണ്ട്. ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി കാണിക്കാം. ഒരുപാട് പൊക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇതാണ് നേരത്തെ നമ്മൾ പൊക്കിയ ടൈലും ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന ഫ്ലോറിങ്ങുമാണ്. ഇതിനകത്ത് നമുക്ക് ലെവൽ ചെയ്യാൻ ബാക്കിയാ. ഓൾറെഡി നമ്മുടെ ഈ ഫ്ലോർ 0 ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ വലുതായിട്ട് ലെവൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഇതിനകത്ത് കമ്പൽസറി സ്പേസർ ഈ 4 കോർണർ ഇറക്കി തന്നെ ഇറക്കണം. അതായത് നമ്മൾ ഈ സ്പേസർ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ പാടില്ല, ഈ സ്പേസർ ഇറങ്ങി നിൽക്കണം. നമ്മൾ ഒരു സൈഡ് ലെവൽ ചെയ്തു, ഇനി അടുത്ത സൈഡ്. കാരണം ഇത് ഓൾറെഡി ഫ്ലാറ്റ് സർഫേസ് ആയതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ടൈലിനകത്ത് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട, ഓൾറെഡി എല്ലാം സ്മൂത്ത് ലെവലിലായിരിക്കും. നമ്മുടെ ലെവലിംഗ് ഓൾമോസ്റ്റ് കഴിയാറായി. ഇനി ലെവലിംഗ് കഴിഞ്ഞാൽ അടുത്ത ഫേസാണ് ടൈലിൻ്റെ ക്ലീനിങ്. അത് ഫ്രഷ് എപ്പോക്സി അല്ലെങ്കിൽ ഫ്രഷ് അത് ടൈൽ അഡ്ഹസീവ് ആയതുകൊണ്ട് ഇത് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ പുറത്തുനിന്ന് ഈ അഴുക്ക് മാറ്റാൻ പറ്റും. നമ്മളത് ഇപ്പം സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോൾ ഇവിടെ ഓരോ ടൈലും എടുത്ത് നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ വെബർ നോവ അത്യാവശ്യം നല്ല C2TE പശയാണ്, നമ്മൾ അത് വെച്ച് ചെയ്തുകൊണ്ട് ഓൾറെഡി ഇത് സെറ്റായി തുടങ്ങി നല്ല രീതിയിൽ. ഈ ടൈലിൻ്റെ പേസ്റ്റിൽ ഒട്ടിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ഈ തുടച്ചിറങ്ങുമ്പോൾ തന്നെ ഈ ജോയിൻറ്റ്സ് കീറി കറക്റ്റ് ചെയ്ത് പോകണം. അതെ, നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരു വീട്ടിൽ നമ്മൾ കണ്ടതാണ് കാര്യം. നമ്മൾ ടൈലെല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് പോയി അവർ ഈ ജോയിൻറ്റ്സ് കീറിയ ആള് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് കീറിയപ്പോൾ ഈ കീറുന്ന സമയത്ത് ഇതിന്റെ എഡ്ജ് പൊഴിഞ്ഞു പോയി. അതെ, അതായത് നമ്മൾ ഇത് ചെയ്യുമ്പം നമ്മൾ ഒരുപാട് പശ ഉപയോഗിക്കാത്തതുകൊണ്ട് അല്ലെ, നമ്മൾ വളരെ തിൻ സെറ്റ് ആയിട്ടാണ് ഇത് ഉപയോഗിച്ചത് കൊണ്ട് നമ്മൾ ഇതിനെ ഒരുപാട് കൊട്ടി ഉറപ്പിക്കേണ്ടി വന്നില്ല. കൊട്ടി ഉറപ്പിക്കാത്തതുകൊണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഈ ചാന്ത് പുറത്തോട്ട് വന്നിട്ടില്ല. പക്ഷെ മിക്ക വീടുകളിലും അതങ്ങനെ വരുന്ന സമയത്ത് ഇത് ആ സമയത്ത് തന്നെ ഈ ജോയിൻസ് നമ്മൾ ക്ലീൻ ചെയ്ത്
പോകണം. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഇത് ഇപ്പം ഇത്രയും ക്ലീൻ ചെയ്താൽ മതി. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് സെറ്റ് ആവാനുണ്ട്. സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ക്ലീൻ ചെയ്യാം. സോ നമ്മൾ ടൈൽ ഓൺ ടൈൽ അഡ്ഹസീവ് വെച്ചുള്ള ആപ്ലിക്കേഷൻ ആണ് നമ്മൾ കണ്ടത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഈ സെന്ററിൽ ഇരിക്കുന്ന സ്പേസറിന് നമ്മൾ റിമൂവിങ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ഈ എപ്പോക്സിക്ക് മുമ്പായിട്ട് ഇത് താത്ത് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇത് എന്താ പറയുക, ഇതിനെ ഇളക്കാൻ നോക്കും. ഇതിനെ 4 ഇളക്കാൻ നോക്കുമ്പോൾ ഈ കോർണർ ചിപ്പായി പോകും. അപ്പോഴത്തേന്ന് അറിയോ, എപ്പോക്സി ഇട്ട് കഴിയുമ്പോൾ വൃത്തികേടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ വർക്ക് നടക്കുന്ന സമയത്ത് തന്നെ താഴോട്ട് ഒരു പകുതിക്ക് താഴോട്ട് സ്പേസറിനെ അങ്ങ് ആക്കണം. അപ്പൊ എവിടെയെങ്കിലും സ്പേസർ പൊങ്ങി നിൽപ്പുണ്ടെങ്കിൽ ആ പൊങ്ങി നിൽക്കുന്നത് ഇപ്പൊ എവിടെയെങ്കിലും സ്പേസർ പൊങ്ങി നിൽപ്പില്ല, സ്വല്പം ഇവിടെ പൊങ്ങി നിൽപ്പുണ്ട്, അതിനെ ചെറുതായിട്ടൊന്ന് കൊള്ളിച്ച് ടൈലിന്റെ പകുതിക്ക് താഴോട്ട് ആക്കി നിർത്തി കഴിഞ്ഞാൽ അതിനുശേഷം ഈ ഒരു സ്പേസർ വെച്ചിട്ട് നമ്മൾ ഈ ജോയിന്റ്സിന് ഈ ഒരു സ്പേസർ എടുക്കുക, ഈ ജോയിന്റ്സിനകത്തുള്ള പേസ്റ്റ് നമ്മൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഉണങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതിനകത്തിട്ട് ഒരുപാട് കീറാൻ നിൽക്കണ്ട. ഈ അടുത്ത കാലത്ത് ഒരു സൈറ്റിൽ ഇതേപോലെ ചെയ്യാതെ വിട്ടിരുന്ന അവസാനം 1 മാസം കഴിഞ്ഞ് എപ്പോക്സിക്കാർ വന്നപ്പം ഈ ചാന്തെല്ലാം ഇതിനകത്ത് സെറ്റായിരുന്നു, ഈ അദസീവ് എല്ലാം കൂടെ സെറ്റായിരുന്നു. അവരിതിനെ സ്ക്രൂ ഡ്രൈവർ വെച്ചോ അല്ലെങ്കിൽ പുട്ടി ബ്ലേഡ് വെച്ചോ അങ്ങനെ ഒരു ഹാർഷായിട്ടുള്ള ഒരു അയൺ ഒബ്ജക്റ്റ് വെച്ച് അവരിത് ക്ലീൻ ചെയ്യാൻ നോക്കി. ഉണങ്ങി കഴിഞ്ഞിട്ട് ഈ ടൈലെല്ലാം അവിടുന്ന് ചിപ്പായി. അങ്ങനെ ഏകദേശം 200 ടൈല് ആ വിരിച്ചതിനകത്ത് നിന്ന് ഏകദേശം 40 ടൈല് ചിപ്പായി പോയി, ലേ ചെയ്ത ആളുടെ അശ്രദ്ധ കൊണ്ട് മാത്രം. സോ ഇന്നത്തെ നമ്മുടെ വർക്ക്ഷോപ്പ് ഇവിടെ തീരുന്നു. നമുക്ക് കാണാം ബേസ് ടൈലിൻ്റെ പുറത്ത് നമ്മൾ ഒരു ഐവറി ടൈൽ കട്ട് ചെയ്ത് കജാരിയുടെ തന്നെ 2 വിട്രിഫൈഡ് ടൈൽസ് ആണ്. ഒരു ടൈലിൻ്റെ പുറത്ത് അടുത്ത ടൈല് നമ്മൾ വെബർ നോവ C2TE പശ വെച്ച് ഒട്ടിച്ച് ഇവിടെ നിർത്തിയേക്കുവാണ്. അബ്സല്യൂട്ട്ലി ഒരു സ്ക്രേപ്പിങ്ങും ചെയ്തിട്ടില്ല. ഗ്ലാസ് ടൈലിൻ്റെ പുറത്ത് തന്നെ, ഗ്ലാസിൻ്റെ സർഫേസ് ഉള്ള ടൈലിൻ്റെ പുറത്ത് തന്നെ വിട്രിഫൈഡ് ടൈല് നമ്മൾ ഒട്ടിച്ചേക്കുക. ഇത് ഉണങ്ങാൻ ശരിക്കും പറഞ്ഞാൽ 24 hours മതി. പക്ഷേ നമ്മൾ ഇതിന് 48 hours അല്ലെങ്കിൽ 36 hours നമ്മൾ കൊടുക്കും. 36 hours കഴിഞ്ഞിട്ട് ഇതേ സർഫേസിന്റെ പുറത്ത് നമ്മൾ എപ്പോക്സി അപ്ലൈ ചെയ്യും. എപ്പോക്സി അപ്ലൈ ചെയ്യുന്നതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് ഇതേപോലെ ടൈൽ ലേയിങ്ങിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയ പ്രോസസ്സ് പോലെ തന്നെ അതിനകത്ത് കാണിക്കുന്നതായിരിക്കും. സോ ഹോപ്പ്ഫുള്ളി വീട്ടിലെ ചെറിയ വർക്ക്, ടൈൽസിന്റെ വർക്ക്, എപ്പോക്സിയുടെ വർക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യുന്നവർ ശരിയായിട്ടാണോ അത് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് and keep watching AV Tiles and Sanitary for more such informative and interesting videos. Like, share and comment ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ കാത്തിരിക്കും.